പ്രതി നിങ്ങൾ അവഹേളിക്കപ്പെടുകയും സകലവിധ തിന്മകളും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇതാണ് ഏറ്റവും വലിയ സുവിശേഷ ഭാഗ്യം, സുവിശേഷ ഭാഗ്യങ്ങളിലെ ഏറ്റവും വലിയ ഭാഗ്യം. എന്നാൽ ഇതുണ്ടാകുമ്പോൾ വളരെ വളർന്ന ജ്ഞാനവതികളായിട്ടുള്ളവർക്ക് ഇതുണ്ടാകണേക്ക് മുമ്പ് അത് മനസ്സിലാവുകയുള്ളൂ. ഇന്ന ആൾ ഇന്ന് എന്നെ തിരസ്കരിക്കും. ആ വേദന മുൻകൂട്ടി കണ്ട് അതിൻ്റെ മാധുര്യം ആസ്വദിച്ച് അത് ഈശോനെ ആശ്വസിപ്പിക്കും. ഇത് വളർച്ചയുടെ വലിയൊരു തലമാണ്. ഇനി കുറച്ചും കൂടി വളർച്ച കുറഞ്ഞ ആൾക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാവും. ഇനി അതിലും കുറേയും കൂടി വളർച്ച കുറഞ്ഞ ആൾക്ക് ഇത് സംഭവിച്ച് കുറേ നാൾ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ഒട്ടും വളർച്ചയില്ലാത്ത ആൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. എല്ലാവർക്കും എന്നാൽ ഇത് സംഭവിക്കുകയും ചെയ്യും. എല്ലാവർക്കും ഇത് സംഭവിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇത് സംഭവിക്കുമ്പോൾ ഇതെൻ്റെ വിളിയല്ല എന്നും പറഞ്ഞ് വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ അവിടെ ഇതിലും കൂടുതൽ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെ കന്യാസ്ത്രീ ആകാൻ വന്നു. നമ്മൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ സഹനങ്ങൾ. അപ്പോൾ പറയും, ഓ ഇതെനിക്ക് പറ്റില്ല എന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്താ, അവിടെ കുറച്ചുണ്ടാവുള്ളൂ. പോയി കഴിഞ്ഞാൽ അതിലും കൂടുതലുണ്ടാവും. അപ്പോൾ അതിനെ പേടിക്കണമെന്നല്ല പറയേണ്ടത്. ഈ ജ്ഞാനത്തിന് മാത്രമേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരാനുള്ളൂ. ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം. നമ്മൾ പഠിക്കുന്ന സയൻസിനോ ഭൗതിക ശാസ്ത്രത്തിനോ ഒന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരില്ല. അയ്യോ, ഞാൻ വീണ്ടും ആ സബ്ജക്റ്റിലേക്കല്ല പോകേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിലെ അടുത്ത ടോപ്പിക് ഇതാണ്. ഈ ദൈവരാജ്യം സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ ദൈവരാജ്യം കിട്ടുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 17-ാം വചനത്തിൽ ഈശോ പറയുകയാണ്, അല്ല ഒരു മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് 13, 14, 15 വചനങ്ങളിൽ പറയുന്നത് എന്താ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞു, അടുക്കളക്കാര്യമാണ് ഈശോ പറയുന്നത്. ഏത് സാധാരണ ആളുകൾക്കും മനസ്സിലാവുന്നതാണ്. പ്രത്യേകിച്ച് സഹോദരിമാർക്ക്, പെണ്ണുങ്ങൾക്ക്, അമ്മമാർക്ക്. ഉപ്പ്, പുളിപ്പ്, വിളക്ക്, എണ്ണ, കടുക് പണി. വേറെ വലിയ ബൈബിളൊന്നും പഠിക്കണ്ട. ഈ 4 കാര്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഉപ്പ്, പുളിപ്പ്, വിളക്ക്, പ്രകാശം, എണ്ണ, കടുക് മണി. ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഉപ്പ്, നീ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഉപ്പെന്ത് വരുന്നു? രുചി പകരുന്നു. പിന്നെ എന്താ ഉപ്പിൻ്റെ പ്രത്യേകത? ഇവിടെ കടപ്പുറത്ത് കണ്ടിട്ടില്ലേ? കടപ്പുറത്ത് അവർ മീൻ പിടിച്ചാൽ ആദ്യം എന്ത് ചെയ്യും? കുറച്ച് ഉപ്പിടും. അത് കാരണം ഉപ്പിലിട്ടാൽ അത് കെട്ടുപോകാതെ സൂക്ഷിക്കാം. നീ ഭൂമിയുടെ ഉപ്പാണെന്ന്. അതായത് ഈ ഭൂമിയിലെ അനേകം ആത്മാക്കൾ നശിച്ചു പോകാതെ നിനക്ക് അവർക്ക് ഉപ്പാകാൻ പറ്റും. നീ ഭൂമിയുടെ ഉപ്പാണ്. ഈജിപ്തിലെല്ലാം ഒരുതരം പ്രത്യേക ഉപ്പുണ്ട്. ആ ഉപ്പ് അവരുടെ രാജാക്കന്മാരെല്ലാം മരിച്ചപ്പോൾ ആ ഉപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ശരീരം ആയിരക്കണക്കിന് വർഷം അങ്ങനെ തന്നെ ഇരുന്നു. അതിനാണ് മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു തരം ഉപ്പാണ്. അവരുടെ ഒരു അന്ധവിശ്വാസം ഇതായിരുന്നു. അതാണ് നിത്യജീവൻ. അവരുടെ ശരീരത്തെ ഉപ്പിട്ടിങ്ങനെ വയ്ക്കുന്നത് അവരെ സംബന്ധിച്ച് അത് നിത്യജീവനാണ്. പക്ഷെ അതൊരു സിംബോളിക്കാണ്. അപ്പോൾ ദൈവികമായ നിത്യജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ കൃപയാകുന്ന ആ ഉപ്പിലൂടെ മാത്രമേ ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ.
ഇനി ഇതൊരു ട്രാൻസിഷൻ പോയിൻ്റാണ്. ഇനി അടുത്തത് കൽപ്പനകളെക്കുറിച്ച് പറയാൻ പോവുകയാണ്. കൽപ്പനകളുടെ പാലനത്തിലൂടെ അല്ല രക്ഷിക്കപ്പെടുക, കർത്താവിൻ്റെ ശക്തിയിലൂടെയാണ്. പിന്നെ പറയാണ്, നീ ഭൂമിയുടെ വിളക്കാണ്. വിളക്കിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രകാശിക്കണം. അതാരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല. നമ്മളെല്ലാവരും വിളക്കാണ്. പക്ഷെ എവിടെയാ നമ്മൾ നമ്മൾ എവിടെയായിരിക്കണം? എന്താണ് ആ വിളക്കിനെ കുറിച്ച് പറയുന്നത്? വായിച്ചേ. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വെക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല, പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് ഭവനത്തിനുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത് നിങ്ങളുടെ വെളിച്ചം അവന്റെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയും ഭൗതികമായിട്ട് ഉള്ള സൽപ്രവൃത്തികളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. രണ്ട് തരത്തിലുള്ള സൽപ്രവൃത്തികളുണ്ട്. എനിക്ക് വിശന്നു, ഭക്ഷിക്കാൻ തന്നു. പെട്ടെന്ന് മനസ്സിലാവുന്നത് ഒരു ധർമ്മക്കാരന് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ അവൻ്റെ ഭൗതികമായ തലം നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ ആദ്യമായിട്ട് അവൻ്റെ ആത്മാവിൻ്റെ വിശപ്പ്, ഒരു വ്യക്തിയുടെ പ്രഥമമായ ആത്മീയ ആവശ്യം എന്താ? അവൻ്റെ ആത്മാവിൻ്റെ വിശപ്പ് മനസ്സിലാക്കണം. എനിക്ക് ദാഹിച്ചു, കുടിക്കാൻ തന്നു. അതും നമ്മൾ ദാഹിച്ചു പറഞ്ഞ ഒരാൾക്ക് ഇച്ചിരി സംഭാരം മോരും വെള്ളം കൊടുത്തു കഴിയുമ്പോൾ നല്ല കാര്യം. അതൊരു ഭൗതികമായ ഒരു കാര്യമാണെങ്കിൽ അതിലൂടെ കർത്താവ് അവതരിപ്പിക്കുന്നത് ആത്മീയമായ ആത്മാവിൻ്റെ ദാഹമാണ്. സമരിയാക്കാരിയുടെ അടുത്ത് ഈശോ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ നിനക്കൊരു വെള്ളം തരാം, അത് കുടിച്ചാൽ പിന്നെ നീ വെള്ളം കോരാൻ വരേണ്ടി വരില്ല. ഉടനെ അവൾ പറയാണ്, അത് എനിക്ക് വേഗം താ, എന്നാൽ പിന്നെ ഞാൻ വെള്ളം കോരാൻ വരണ്ടല്ലോ. അവൾ കാണുന്നത് ഭൗതികമായ വെള്ളത്തെയാണ്. എന്നാൽ ഈശോ പറയണത് മുഴുവനും ആത്മീയമായൊരു വെള്ളത്തെക്കുറിച്ചാണ്. നമ്മൾ എന്ത് വെള്ളം കൊടുക്കാനാണ് അവിടെ വന്നേക്കണേ? ആ ആത്മീയമായ വെള്ളം ഒരുവന് കിട്ടിക്കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ താനേ ശരിയാവും. നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നോ എന്തുടുക്കുമെന്നോ വിഷമിക്കണ്ട, അതെല്ലാം ദൈവത്തിന് അറിയാം. അത് വന്നോളും, അത് താനേ വന്നോളും. ഒരു വലിയ അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട്. നമ്മൾ മദർ തെരേസയെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ചിന്തിക്കുകയാണ്. പക്ഷേ മദർ കൽക്കട്ടയിൽ ദാരിദ്ര്യമൊക്കെ കണ്ട് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് മദർ അങ്ങ് ഫേമസ് ആയതോടുകൂടി കൽക്കട്ട വിട്ട് ഭാരതത്തിൻ്റെ പുറത്ത് പോയി. യൂറോപ്പിൽ, അമേരിക്കയിലെല്ലാം ചെന്നപ്പോഴേ മദർ ഞങ്ങൾ ഷോക്കടിച്ചു. എന്നിട്ട് എന്താ പറയണേ? ഇവിടെ there is another poverty here. അതെന്ത് പോവർട്ടിയാണ്? എ സ്പിരിച്വൽ പോവർട്ടി. അമേരിക്കയിൽ ഞാൻ മദർ തെരേസ സിസ്റ്റേഴ്സിനെ ഒരുപാട് ധ്യാനിപ്പിച്ചിട്ടുണ്ട്, അമേരിക്കയിലും റോമിലും എല്ലാം. അപ്പോൾ അമേരിക്കയിലത്തെ അവരുടെ ഹൗസുകളിൽ സൂപ്പ് കിച്ചനാണ്, സൂപ്പും ഷെൽട്ടറും. അപ്പോൾ ഈ വഴിവെക്കിനെ കിടക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ സൂപ്പ് കുടിക്കും, എന്നിട്ട് പോകും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഒരു ഷെൽട്ടറിൽ വന്ന് കിടക്കും. ഞാൻ പറഞ്ഞ്, ഇതിനാണോ നിങ്ങൾ ഇവിടെ വന്നേക്കണത്? അവരെ സുഖമായിട്ട് കുടിപ്പിച്ച് അത് കഴിഞ്ഞ് അവർ പുറത്ത് ഇഷ്ടമുള്ളത് ചെയ്ത് നടന്നു, വൈകുന്നേരം ആകുമ്പോൾ അവരെ കിടത്തി. ഇത് വലിയ കാര്യമൊന്നുമല്ല. മദർ എന്താ പറഞ്ഞേക്കണത്?
മദർ പറഞ്ഞേക്കണത് നമ്മളിവർക്ക് സൂപ്പും കിടപ്പും പാത്രം കൊടുത്താൽ പോരാ, അവർക്ക് യേശുവിനെ കൊടുക്കണം. വി ഹാവ് ടു ഗീവ് ദം ജീസസ്. അതിന് നിങ്ങൾ എന്താ ചെയ്യണേ? അങ്ങനെ അവിടെ ചാപ്പലിൽ ഈ സൂപ്പ് കുടിക്കാൻ പറ്റുന്നവരോടൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാലേ സൂപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സൂപ്പ് കുടിച്ച് കഴിഞ്ഞിട്ടും കുറേ നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ സാവധാനം അവരവിടെ ഫുൾ ഡേ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സിസ്റ്റർമാർ വന്ന് അവർക്ക് വചനം പറയാൻ തുടങ്ങി. ഇതൊക്കെ സാധിക്കും. നമ്മളുടെ എയിം ഇവരെ ഭൗതികമായിട്ട് സഹായിച്ചാൽ മാത്രം പോരാ. അതാണ് നിങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ, ബൈബിളിൻ്റെ ഭൗതിക മാനം വെച്ച് നോക്കുമ്പോൾ സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 28-29 വചനം ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 28-29 വചനം എന്താ പറയുന്നത്? ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനൊരു ചോദിക്കുകയാണ്, സൽപ്രവൃത്തികൾ, ഞങ്ങൾ ദൈവത്തിന് പ്രീതികരമായ ഒരു പ്രവൃത്തി എന്താ? യോഹന്നാൻ 6:28. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ശബ്ദമുയർത്തുന്ന വായിച്ചേ. കിട്ടിയോ? ദൈവഹിതമനുസരിച്ചുള്ള ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ, കുറേ സൽപ്രവൃത്തി ചെയ്താൽ മതിയായിരിക്കും അല്ലേ? ഞാൻ ഈ സൽപ്രവൃത്തി ചെയ്യണതിനൊന്നും കുറ്റം പറയല്ല കേട്ടോ. ഞാൻ പറയണത് ട്യൂണിൽ അങ്ങനെ വരണ്ടാവുമായിരിക്കും അല്ലേ? ക്ഷമിക്കണം. ഞാൻ വേറൊരു കാര്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈശോ പറഞ്ഞിരിക്കുന്ന വാസ്തവം ഇതാണ്. ആ പരിസേര് അവരും പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കും. എന്തിനു കൊടുക്കും? അവരുടെ ദശാംശത്തിൻ്റെ ദശാംശമായിരിക്കും കൊടുക്കണത്. എന്നിട്ട് വലിയ പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞ് നടക്കാം. അതുകൊണ്ട് അവരും സൽപ്രവൃത്തി ചെയ്താലേ ഈശോനെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ദൈവഹിതമനുസരിച്ചുള്ള ഒരു പ്രവൃത്തി എന്ത് ചെയ്യണം? അവരങ്ങ് ഷോക്കടിച്ച മാതിരിയാണ് ഈശോ ഉത്തരം കൊടുത്തത്. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നും കൂടി അറിയില്ല. എന്താണ് വായിച്ചേ? 29 അടുത്ത വചനം എല്ലാവരും ഒന്ന്. യേശു മറുപടി പറഞ്ഞു. എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഒന്ന് ഉച്ചത്തിൽ പ്രഘോഷിച്ചേ. ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഒന്നുകൂടി പറഞ്ഞെല്ലാവരും, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ഇത് വല്ല പ്രവൃത്തിയാണോ? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന പ്രവൃത്തി വിശ്വാസമാണ്. എന്തെങ്കിലും ആരെങ്കിലും വിശ്വസിച്ചാൽ പോരാ, അവിടുന്ന് അയച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പകരണം. വിശ്വാസം പകരണം. ഫ്രാൻസിസ് അസീസി കുഷ്ഠരോഗികളെ പോയി ചുംബിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ കുഷ്ഠരോഗിയൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ചുംബിക്കായിരുന്നു. ഇപ്പോൾ അവരൊന്നും ഇല്ല ഇപ്പം. അപ്പം ആ ശുശ്രൂഷ അല്ല ഇപ്പോൾ വേണ്ടത്. ഇപ്പോൾ ഇവിടെ വേണ്ടത് എന്താ? വിശ്വാസം പകരണം. വിശ്വാസം. ചേട്ടനോട് ആ ഡയറക്ഷനിലാണ് ഇപ്പോൾ പോണത്. ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി എന്താണ്? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പോൾ അതിന് നമ്മൾ തന്നെ വിശ്വാസത്തിൽ കരുത്തുണ്ടാകണം. ആദ്യം നമ്മുടെ വിശ്വാസം ശക്തമാകണം. നമുക്കൊരു 90% വിശ്വാസം ഉണ്ടെങ്കിലേ അതിനകത്തുനിന്നൊരു 10% കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വിശ്വാസം തന്നെ 10% ഉള്ളൂങ്കിൽ പിന്നെ എന്താ കൊടുക്കണേ? ഞാൻ പറയുന്നത് ഒരു ആശയമാണേ. വിശ്വാസം വളർന്നാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോഴും പ്രൊട്ടക്ഷൻ പ്രയർ ചൊല്ലിയിട്ടാണ് നടക്കണത്. പേടിച്ച് വിറച്ചിട്ടാണ് ജീവിക്കണേ. എങ്ങാനും പിശാച് വന്ന് നമ്മളെ കൊണ്ടുപോകുമോ? എന്നാൽ പള്ളിയിൽ പറയുന്നുണ്ട്, കർത്താവ് നമ്മോട് കൂടെ. അങ്ങയോടും കൂടെ. എൻ്റെ കൂടെ അല്ല, അങ്ങയുടെ കൂടെ എന്നുള്ള മാതിരിയിലാണ്.
കർത്താവിനെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആരാണ് ഈ കർത്താവ്? സർവാധിപനാണ്, സർവശക്തനാണ്. ഇതൊന്നും നമുക്ക്, അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. നമ്മുടെ അകത്തിരിക്കുന്നത് ആരാണ്? അപ്പം നമ്മുടെ വിശ്വാസമാണ് ആദ്യം കരുത്തുണ്ടാകേണ്ടത്. ഈശോ ഫരിസേയരെ കുറിച്ചാണ് പറഞ്ഞത് 15-ാം അധ്യായത്തിൽ, മത്തായി 15, ഒരു 13, 14, 15, 15 ഒന്ന് വായിച്ചു നോക്കി. അല്ല, അവരെ വിട്ടേക്ക്, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. മത്തായി എത്രയാ? അവരെ വിട്ടേക്ക്. 15, 14. 15, 14. അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ അർത്ഥം, അന്ധൻ എന്ന് പറഞ്ഞാൽ ഉടനെ കണ്ണില്ലാത്ത ഒരാളെന്നാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ വായിക്കണത്. ഈ ബൈബിളിൽ കണ്ണില്ലാത്ത ആൾക്ക് കാഴ്ച കൊടുക്കുന്നതെല്ലാം സിംബോളിക്കാണ്. ഞാൻ വന്നിരിക്കുന്നത് അന്ധർക്ക് കാഴ്ച നൽകാനെന്നും പറഞ്ഞ് അന്ധന് കാഴ്ച കൊടുക്കുമ്പോൾ ഈ ലോകത്തിലുള്ള അന്ധന്മാരെയൊക്കെ കാഴ്ച കൊടുക്കാൻ വേണ്ടിയാണ് വന്നതെന്നല്ല അതിൻ്റെ അർത്ഥം. അത് അടയാളമാണ്. ഫരിസേയർക്കും നിയമജ്ഞർക്കുമുള്ള അടയാളമാണ്. നിങ്ങളുടെ ആത്മീയ അന്ധത അകറ്റാനാണ് ഞാൻ വന്നതെന്നാണ് അർത്ഥം. അവരെ വിട്ടേര്, അവരെ കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റില്ല. കാരണം അന്ധരെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത ഒരാത്മീയത അന്ധമാണ്. അവരെ സുവിശേഷത്തിന് ഉപയോഗിക്കില്ല, സുവിശേഷം പ്രഘോഷിക്കാൻ ദൈവം ഉപയോഗിക്കില്ല അവരെ. അവരുടെ ആത്മാവിൽ പ്രകാശമുണ്ടാകണം. അവരുടെ ആത്മാവിൽ ക്രിസ്തു സെൻറ്റേഡ് ആയിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. ദൈവരാജ്യം എന്താണെന്നറിയണം. അന്ധരെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അതുകൊണ്ട് അങ്ങേരെ അവിടെ ഇരിക്കട്ടെ, ഇപ്പം അന്ധനായിട്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷ വേല മുന്നോട്ട് നീങ്ങാത്തത്. ഇപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവിൽ നമ്മൾ, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെ അധികം സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ വളച്ചൊടിച്ചൊന്നും പറയാനില്ല, നേരെ അങ്ങ് പറയാം. വിഷമിക്കരുത്. ഇത് സത്യമാണ് ഞാനീ പറയണേ. ഒരാത്മീയ അന്ധത, ഒരാത്മീയ ബധിരത, ഒരാത്മീയ മൂകത കണ്ടോ. പുരോഹിതനായിരുന്ന സഖറിയായോട് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റിയോ? അവ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് വരുന്ന ഗബ്രിയേലാണ്. യഥാകാലം പൂർത്തിയാകേണ്ട ദൈവത്തിൻ്റെ അരുളപ്പാട് വിശ്വസിക്കായ കൊണ്ട് നീ മൂകനായിരിക്കും. വിശ്വസിക്കായിക കൊണ്ട്. അപ്പം എന്താണ് മൂകതയുടെ കാരണം? വിശ്വസിക്കായികയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ വേഗം വന്ന് 2 വാക്ക് പറയും. ഭയങ്കര മൂകതയാണ്. കാര്യം എന്താണെന്നറിയോ? വിടണ്ട. കാര്യം മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് മൂകത? സക്കറിയയ്ക്ക് ഉണ്ടായ പോലെ തന്നെയാണ്. നമ്മുടെ വിശ്വാസത്തിൽ ശക്തി ഉണ്ടെങ്കിൽ ഓടി വന്നേനെ. ഇവിടെ വലിയൊരു ക്യൂ ആയിരുന്നേനെ. എനിക്ക് ആദ്യം പറയണം. കാര്യം മനസ്സിലായ? ഞാനിങ്ങനെയൊക്കെ മനസ്സിലാക്കണേ. ഞാനിങ്ങനെ വരാൻ പറയുമ്പോൾ ചിലയിടത്ത് ഓടി വരും ചിലർ. സാധാരണ ധ്യാനങ്ങൾക്കൊക്കെ ആരാണെന്നറിയാം ഓടി വരാറുള്ളത്? അക്രൈസ്തവരാ. കാരണം അവരിപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നേക്കണവരാ. നമ്മൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. നമ്മൾ അപ്പം ക്രിസ്ത്യാനിയായിരുന്നു, അതുകൊണ്ട്
നമ്മൾ ക്രിസ്ത്യാനിയായി. അങ്ങനെ. പക്ഷെ മറ്റവരങ്ങനെയല്ല. അവർ ഹിന്ദുക്കളായിരുന്നു, മുസ്ലിമായിരുന്നു. അവരതെല്ലാം വിട്ടിട്ട് ഇപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അവരാണ് ആദ്യം വന്ന് സാക്ഷ്യം പറയണത്. ഒരു വിശ്വാസമാണത്. ശ്രദ്ധിച്ചോ നിങ്ങളിതൊക്കെ? അപ്പോൾ നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഓടി ഓടി വന്നതിനെ 2 വാക്ക് പറയാൻ ഈശോനെ വേണ്ടി. അപ്പോൾ അത് ഞാൻ കുറ്റം പറയല്ല, നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവല് പരീക്ഷിച്ച് നോക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പണ്ട് ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയി. കൊളത്തുവയലിലാണ് വർക്കിയച്ഛൻ്റെ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ബോംബെയിൽ വെച്ച് കണ്ട് പരിചയമാണ് അച്ഛനുമായിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, തോമസ് പോൾ ഒന്ന് നാട്ടിൽ വന്നൊരു ധ്യാനം കൂടും. അപ്പം ഞാൻ ധ്യാനമൊന്നും കൂടിയിട്ടില്ല. എന്നെ ട്രെയിനിൽ വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ അങ്ങ് പൊക്കുകയാണ് ചെയ്തത്. ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ വചനം ധാരാളം കേൾക്കാൻ ആഗ്രഹമുണ്ട്. കാസറ്റിലൂടെ ഇങ്ങനെ വചനം കേട്ടുകൊണ്ടിരിക്കെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ ട്രെയിനിലുണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം വിചാരിച്ചു ഇയാൾക്ക് എന്ത് പറ്റി. പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷണവരം, പരിശുദ്ധാത്മാവ് എന്നിലങ്ങ് ശക്തമായി പ്രവർത്തിച്ചിട്ട് ഞാൻ ഉച്ചത്തിൽ ട്രെയിനിലിരുന്നിട്ട് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിയോ ട്രെയിനിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥ. അവരെന്ത് വിചാരിച്ച് കാണും? ഇത് ഇയാൾക്ക് എന്തോ സുബോധം നഷ്ടപ്പെട്ടു. ഞാനെന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയും. എനിക്ക് യാതൊരു കൺട്രോളും ചെയ്യാൻ പറ്റണില്ല. മഠത്തിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള സിസ്റ്റർ നല്ലോടെ ആൾക്കാർ നോക്കണമെന്ന് കൺട്രോൾ ചെയ്യും. ഇതൊരു കൺട്രോളും കിട്ടണില്ല. ഇത് തന്നെയാണ് പന്തക്കോസ്താ ദിവസം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി. അവർ മറ്റൊരു പോലെ ഇവരെന്താ ഈ മദ്യപിച്ച് വെളിവില്ലാത്തമാതിരി സംസാരിക്കണേ, ഇതേ അവസ്ഥ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആരോ സംസാരിക്കണോ. ഒരു പള്ളിയിലോ കപ്പേളയിലോ ചാപ്പലിലോ ഒന്നുമല്ല, ട്രെയിനിൽ എൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, ആരെനിക്കായി പോകും, വിളവോ വളരെ വേലക്കാർ ചുരുക്കം, ആരെനിക്കായി പോകും. എന്താണ് ഈ കേൾക്കണേ? ഇതൊക്കെ എവിടെയോ കേട്ടിട്ടുള്ളൊരു വചനമായിട്ടേ തോന്നുള്ളൂ ആദ്യം. പിന്നെ മനസ്സിലായി കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നീ പോണം, വിളവ് വളരെ വേലക്കാർ ചുരുക്കം. കണ്ടില്ലേ ഈ ഉത്തരേന്ത്യയിൽ ഈ പാവപ്പെട്ട ഈ ആളുകളോടൊക്കെ യേശുവിനെ അറിയിക്കണം. ശോധ എൻ്റെ മേലൊക്കെ പരിശുദ്ധാത്മാവുകൊണ്ട് കോരിത്തിരിക്കുകയാണ് ഞാനിതിപ്പോൾ പറയുമ്പോൾ. ഓ നന്ദി. ഈ ഭാരതം മുഴുവനും ദാഹിക്കുകയാണെന്ന് മനസ്സിലാക്കണം. കോടാനുകോടി ജനം മുഴുവനും ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പോകാം. അപ്പോൾ അന്ന് ഞാൻ വലിയ എൻജിനീയറായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടക്കണം സമയമാണ്. ഞാൻ പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും വീണ്ടും ഭയങ്കര ഒരു അഭിഷേകം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ, ട്രെയിനിലുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കാൻ, അരേ ഭായ് സാബ് ആപ്കോ ക്യാ ഹോ ഗയാ, നിനക്ക് എന്ത് പറ്റിയെന്ന്. ഹിന്ദിക്കാരനാ. അപ്പോൾ അവനോട് ഇപ്പോൾ എന്ത് പറയാൻ പറ്റും? ഹിന്ദിയിൽ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ ടൂട്ടാ ഫൂട്ടാ ഹിന്ദി മാലൂം താ അന്ന്. ഞാൻ പറഞ്ഞ്, അരേ ഭായ് മുझे പ്രഭു ഈസാ മസീഹ് കാ അനുഭവ് ഹുവാ, എനിക്ക് കർത്താവ് ഈശോ മിശിഹായുടെ അനുഭവം ഉണ്ടായിരുന്നു. ക്യാ ബോലാ ഈസാ മസീഹ് കോൻ ഹോത്താ ഹൈ, ആരാണ് ഈ ഈസാ മസീഹ്? കണ്ട പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പം അതിൻ്റെ പുറകുവശത്ത് നിന്ന് അവൻ്റെ കൂടെ വന്ന ഒരാൾ പറഞ്ഞു, अरे अरे छोड़ दो, वो तो ईसाइयों का भगवान है, हमारे का कोई संबंध नहीं है, हट जाओ. മനസ്സിലായ നിങ്ങൾക്ക്? കുറച്ചൊക്കെ മനസ്സിലായി ഇല്ലേ? ഹിന്ദി ഫിലിമൊക്കെ കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് ഇല്ല കണ്ടിട്ടില്ല, നല്ല കാര്യം.
അയാൾ പറയാണ് ഈ ഈസാ മസീഹ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, നമ്മളുമായിട്ടൊരു ബന്ധമില്ല, അതുകൊണ്ട് വേഗം കൊണ്ട് മാറിപ്പാ, നീ ഇപ്പം അതൊന്നും കേൾക്കണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് നമ്മൾ പറയാറില്ല ചൊടിച്ചു എന്ന് പറയാറില്ല, ചൊടിച്ചു. എനിക്ക് അങ്ങോട്ടൊരു എടാ ഇത് എൻ്റെ അകത്തുനിന്ന് ഇതിന് ഇപ്പം തന്നെ ഉത്തരം പറഞ്ഞവന് ഇപ്പം തന്നെ ഉത്തരം പറയാൻ തോന്നുക. ഞാൻ പറഞ്ഞു അരേ ഭായ് ഐസാ മത് ബോലോ, ഈസാ മസീഹ് ഈസായിയോं का कोई निजी संपत्ति नहीं है. കർത്താവ് ഈശോ മിശിഹ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. जब ईसा मसीह आया तब कोई ईसाई नहीं था. കർത്താവ് ഈശോ മിശിഹ വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. എനിക്ക് അറിഞ്ഞൂടി ഇത് ആരാ പറയണത്, ഞാനിങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. റണ്ണിങ് ട്രെയിനിൽ ഇത്രയും ആളുകളുടെ മധ്യത്തിൽ ഞാൻ നിന്നിട്ട് ഇവരോട് പറയാണ് യേശു ക്രിസ്തു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല, നീ എന്താ പറയണേ ഈസാ മസീഹ് ക്രിസ്ത്യാനികളുടെ അന്ന്? അത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആകർഷണം. അടുത്തിരുന്ന ആൾക്കാരെല്ലാം കണ്ണു നോക്കി എൻ്റെ നോക്കാതെ. ഞാൻ പറഞ്ഞ് ईसा मसीह समस्त मानव वंश के लिए आया है. जो हिंदू हो तुम, मुसलमान हो तुम, बुद्धिस्ट हो तुम, कोई भी हो, ईसा मसीह सबों को प्यार करता है. ईसा मसीह सबों के लिए अपना जीवन बलिदान किया. ईसा मसीह अपना खून बहाया. तुम्हारा माँ बाप तुम्हारे लिए खून बहाया क्या? नहीं, परंतु ईसा मसीह तुम्हारे लिए खून बहाया. क्या तुम उनको जानते हो? എനിക്കറിഞ്ഞൂടാ, എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ ഇങ്ങനെ സംസാരിക്കണമായിരിക്കും. 1/4 മണിക്കൂർ ഞാനിങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം വളരെ ഒരു ഭയങ്കര ശാന്തത, ഒരു മൗനത. കുറെ കഴിഞ്ഞപ്പോൾ ഈ ആദ്യം ചോദിച്ച ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ആപ്കെ പാസ് वो ईसा मसीह का ऑटोबायोग्राफी होगा क्या? ആ ഈസാ മസീഹയുടെ ബയോഗ്രഫി ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു അതിന് ബയോഗ്രഫി എന്നല്ല പറയണേ, ബൈബിൾ എന്നാണ് പറയണേ. എന്നിട്ട് എൻ്റെ അടുത്തൊരു ഹിന്ദി ബൈബിൾ ഉണ്ടായിരുന്നത് ഞാൻ അവന് സമ്മാനമായിട്ട് കൊടുത്ത് അതിൽ നിന്ന് മാർക്കോസിൻ്റെ സുവിശേഷം എടുത്തിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു നീ ആദ്യം ഇത് വായിക്കണം. ഇതാണ് ആർക്കെങ്കിലും ബൈബിൾ കൊടുക്കുമ്പോൾ പ്രത്യേകം പറയണത്, ആദ്യം ഈ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷം മാത്രം ഒരു ചെറിയ പുസ്തകമായിട്ട് അങ്ങ് അടിച്ചിറക്ക് കൊടുക്കെല്ലാവർക്കും, അത് മതി. അത്രയും വായിച്ചാൽ മതി ആളുകൾക്ക് ഈശോനെ കുറിച്ച് അറിയാൻ. നമ്മൾ എന്തൊക്കെ പടങ്ങളാണ് അടിച്ചിറക്കണത്. ഈ മർക്കോസിൻ്റെ സുവിശേഷം മാത്രം ഒരു 10-20 പേജിൽ അടിച്ചിറക്കാൻ പറ്റും. ചെറിയ പോക്കറ്റ് ബുക്ക്, പ്രൈവറ്റ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചോട്ടെ, അടിച്ചിറക്കി പിള്ളേർക്കെല്ലാം കൊടുക്കും. സ്കൂളിലൊക്കെ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ മർക്കോസിൻ്റെ സുവിശേഷം. ചുമ്മാ ഒന്ന് തുറന്ന് വായിക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് വചനങ്ങളിൽ എന്തെങ്കിലും അവരുടെ ഹൃദയത്തിൽ തട്ടാതിരിക്കില്ല. ഒരു നല്ല ആശയം കേട്ടോ. പ്രിൻസിപ്പൽ സിസ്റ്ററെ എന്തെങ്കിലും ഒരു പേരും പറഞ്ഞുകൊണ്ടേ, ക്രിസ്മസ് എന്നൊക്കെ പേരും പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന് ഒരു സമ്മാനം മർക്കോസിൻ്റെ സുവിശേഷം, വെറും 10 പേജിൻ്റെ ഒരു ചെറിയ പുസ്തകം. നമ്മൾ ഈ സ്കൂള് നടത്തുന്നത് എന്തിനാ? നമ്മുടെ സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ പിന്നെ അവരെന്താ പ്രതീക്ഷിക്കണത് നമ്മളിൽ നിന്നും? ക്രിസ്മസ് ആയിട്ട് എന്ത് സമ്മാനം? ചോക്ലേറ്റാ, ലഡുവോ, എന്ത് കൊടുക്കണം നമ്മൾ? സുവിശേഷം. നല്ലൊരാശയമാണ്. ആരെങ്കിലോടും പറഞ്ഞാൽ അവർ സ്പോൺസറും ചെയ്യും, പക്ഷെ അവരുടെ സ്വർണ്ണക്കടയുടെ പേരൊന്നും എഴുതരുത്. ഇത് വേറൊരു ഫാഷനാണ്. ആരെങ്കിലും സ്വർണ്ണക്കടക്കാരെ പിടിച്ച് അവരുടെ പേര് പരസ്യം പിടിച്ചോട്ട് അവരോട് പറയാം അതൊന്നും എഴുതില്ല, നീ കർത്താവിന് വേണ്ടി ഇത് ചെയ്യുകയാണെങ്കിൽ നിനക്ക് അനുഗ്രഹം കിട്ടും. ഒരു 10,000 പുസ്തകം നീ അടിച്ചുകൊണ്ട് വാ, മർക്കോസിൻ്റെ സുവിശേഷം, എന്നിട്ട് ഈ പിള്ളേർക്കൊക്കെ കൊടുക്കുക. ഏറ്റവും ചെറിയ സുവിശേഷം, 16 അധ്യായം, വളരെ ശക്തമായ പ്രമേയം, പെട്ടെന്ന് മനസ്സിലാവും ഈശോയെക്കുറിച്ച്.
ഞാൻ കണ്ടിട്ടുണ്ട് ചില ആരുടെ അടുത്ത് ഈ പുസ്തകം ഇരിക്കണത് കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു പഴയതായിട്ടും അവർ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കണത്. പ്രൊട്ടസ്റ്റൻ്റുകാരാണ് കൊടുക്കാറധികം അത്. എന്തിനു പറയുന്നു? ഇപ്പം ഞാനിതെല്ലാം പറഞ്ഞതെന്താ, എന്നെ ഈ അങ്ങനെയാണ് ഞാൻ നവീകരണത്തിലേക്ക് വന്നത്. ഞാൻ അങ്ങനെ ധ്യാനമൊന്നും കൂടിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു ധ്യാനം കൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ധ്യാനം കൂടാൻ വന്നു. ഞാൻ പറയാൻ വന്ന ആശയത്തിലേക്ക് വന്നോട്ടെ. അപ്പോൾ വർക്കിയച്ഛൻ ആദ്യം തന്നെ ചോദിച്ചു, ഇതൊരു വളർച്ചാ ധ്യാനമാണ്, നിങ്ങളെല്ലാവരും വളരെയധികം ഫലം പുറപ്പെടുവിച്ചിട്ടുള്ളവരായിരിക്കും. 100 മേനി ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ഒരു തോന്നുന്നവരൊന്ന് കരമുയർത്താമെന്ന് ചോദിച്ചു. ഞാൻ ഓട്ടനെ ചാടി എഴുതിട്ട് പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെ ആരുമില്ല. ഞാൻ ചമ്മി. അതാണ് എനിക്ക് ഭയങ്കര കൺവിക്ഷനാണ്, ഞാൻ 100 മേനിയും ബലം പുറപ്പെടുവിക്കുന്നുണ്ടെന്ന്. ഇതാണ് നമ്മുടെ വിളി. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വിളിയാണത്. 100 മേനി ബലം പുറപ്പെടുവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ 100ക്ക് 110% കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മൾ വായ തുറന്നാൽ, എനിക്കറിയില്ല, ഞാനന്ന് ഇത്രയൊന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായില്ല. ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? കർത്താവ് ഈശോ മിശിഹാ ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. നീ ഹിന്ദു ആയാലും മുസൽമാനായാലും സിഖ് പഞ്ചാബി പാഴ്സി ആയാലും നിനക്ക് കൂടി വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹാ കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചത്. ഈശോ മിശിഹാ വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ഇത് ഉത്തരേന്ത്യയിൽ ഇത് ഭയങ്കര വലിയൊരു ആകർഷക പ്രമേയമായിരുന്നു. ഒരിക്കൽ പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴാണ്, ഒരിക്കൽ ഞാൻ ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ, ഒരു സെമിനാരിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് എൻ്റെ സുവിശേഷ വേലകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സെമിനാരിയിൽ ചെന്ന വഴി ഒരു ബ്രദർ ഓടി വന്നിട്ട് എന്നെ കയറി അങ്ങ് കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ് ബ്രദറെ? ഞാൻ മൈ ആപ്ക കാസറ്റ് സെ പൈദാ ഹുവാ ഹൈ, മൈ ആപ്ക കാസറ്റ് സെ പൈദാ ഹുവാ, ഞാൻ നിൻ്റെ കാസറ്റിൽ നിന്ന് ജനിച്ചവനാണെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ബ്രദറെ, ഏക് സിസ്റ്റർ ജി മുझे ഏക് കാസറ്റ് ദിയ, ഒരു സിസ്റ്റർ എനിക്കൊരു കാസറ്റ് തന്നു. ഞാൻ വിചാരിച്ച് ഇത് സിസ്റ്റർമാർക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ട് തന്നതാണെന്ന് വിചാരിച്ച് ഞാനത് വീട്ടിൽ കൊണ്ടുപോയിട്ട്. പക്ഷെ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റണില്ല. എന്നോട് ആരോ പറയാണ്, ആ കാസറ്റ് നീ കേക്ക്, ആ കാസറ്റ് കേക്ക്. ഞാൻ പാതിരാത്രിക്ക് ഈ കാസറ്റ് ഇട്ട് ടേപ്പിലിട്ട് ടേപ്പ് റെക്കോർഡറിലിട്ട് കേൾക്കാൻ തുടങ്ങി. സിസ്റ്റർ തന്നതല്ലേ, തീർച്ചയായിട്ടും ആ സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടാവുമായിരിക്കും. ആ കാസറ്റ് മുഴുവനും ബ്രദർ തോമസ് പോളിൻ്റെ പ്രഭാഷണമായിരുന്നു. അതിൽ ഇങ്ങനെ പറയുകയാണ്, അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ക്യാ തുമാരെ മാ ബാപ് തുമാരെ ലിയെ ഖൂൻ ബഹായാ ക്യാ नहीं, परंतु प्रभु ईसा मसीह तुम्हारे लिए खून बहाया, क्या तुम उनको जानते हो? അത് അവനെ ഭയങ്കരമായിട്ട് സ്പർശിച്ചു. അവൻ ആ രാത്രി മുഴുവനും ഈ കാസറ്റ് എൻ്റെ മേൽ കോരിത്തരിക്കാൻ പല പ്രാവശ്യം അവനത് കേട്ടു. പിറ്റേ ദിവസം ഈ സിസ്റ്ററിനെ അന്വേഷിച്ച് നടന്നിട്ട് കാണാനില്ല. അവസാനം അവൻ വികാരി അടുത്ത് പള്ളി പോയി, പള്ളി കണ്ടുപിടിച്ച് പള്ളി പോയിട്ട് അവിടുത്തെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇന്നലെ ഒരു സിസ്റ്ററുണ്ട് കാസറ്റ് തന്നു, അതെന്നെ ഇപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കണില്ല, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ആ യേശുവിനെ കുറിച്ച് അറിയണം. അങ്ങനെ അച്ഛൻ അവനെ കാറ്റഗീസൊക്കെ കൊടുത്ത് അവൻ മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അച്ഛനാവണം. അങ്ങനെ അവൻ സെമിനാരിയിൽ വന്ന് പഠിക്കാൻ. ഓക്കെ, എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞേ? എവിടെ നിന്നാണ് തുടങ്ങിയത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്
സ്വർഗസ്ഥനായ പിതാവ്. ആ വായിച്ച വചനം മത്തായി 5:15. മത്തായി 5:15 വിളക്ക് 5:14. ലോകത്തിന്റെ പ്രകാശമാണ്. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുവാൻ സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. പീഠത്തിന്മേലാണ് വെക്കുക. അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശം നൽകും. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. ഇത് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഇന്നത് ആ ഭവനം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനുമാണ്. ഞാൻ അധികം സമയവും യൂറോപ്പിലാണ്. ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, ചെക്കോസ്ലവാക്യ, ബോസ്നിയ, ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, ഇവിടെയൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കാൻ. അവിടെയൊക്കെ നമ്മുടെ സിസ്റ്റേഴ്സും ഇല്ലേ, നമ്മൾ കൊണ്ടു നടക്കുകയാണ്. പക്ഷേ നമ്മൾ സൽപ്രവൃത്തി എന്നുള്ള വാക്ക് കുറച്ചുകൂടി ആഴമായി പഠിക്കണം. അത് ആത്മാവിനെ പ്രകാശിപ്പിക്കണം, ആത്മാവിന് വചനം കൊടുക്കണം, അതിനുള്ള വഴികൾ കണ്ടുപിടിക്കണം. അതിന് പല വഴികളും പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ഓക്കെ, അടുത്ത വചനത്തിലേക്ക് പോകാൻ നമ്മൾ ഉടനെ നിർത്താം. അടുത്ത വചനം 17-18. ഇനി ദൈവനീതി